ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ലക്ഷ്മികാന്ത് ഇന്ത്യൻ പൊളിറ്റിയുടെ 12ാമത്തെ ചാപ്റ്ററാണ് പാർലമെൻ്ററി സിസ്റ്റം. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്നത് ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ദി ഗവൺമെൻറ് ആണ്. അത് നമ്മുടെ കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും നമ്മൾ പിന്തുടരുന്നു പോരുന്നത് പാർലമെൻ്ററി സിസ്റ്റമാണ്. ഇത് കേന്ദ്രത്തിൽ ആർട്ടിക്കിൾ 74 ആർട്ടിക്കിൾ 75 ഉപയോഗിച്ചുകൊണ്ടും സംസ്ഥാനങ്ങളിൽ ആർട്ടിക്കിൾ 163 164 ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഡെമോക്രസി പിന്തുടർന്ന് പോരുന്ന അല്ലെങ്കിൽ ജനാധിപത്യം പിന്തുടർന്ന് പോരുന്ന ഗവൺമെൻറ്റുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. ആ രാജ്യത്ത് നിലനിൽക്കുന്ന എക്സിക്യൂട്ടീവ്സും അതുകൂടാതെ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഗൻസിനും ഇടയിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അങ്ങനെയുള്ള രണ്ട് ഗവൺമെൻറ്റുകളാണ് പാർലമെൻ്ററി സമ്പ്രദായവും കൂടാതെ പ്രസിഡൻഷ്യൽ സിസ്റ്റവും എന്ന് പറയുന്നത്. പാർലമെൻ്ററി സമ്പ്രദായം എന്ന് പറയുന്നത് ആ ഗവൺമെൻറ് കൊണ്ടുവരുന്ന പോളിസീസും ആക്ട്സിനുമെല്ലാം ലെജിസ്ലേറ്റീവ് റെസ്പോൺസിബിൾ ആയിരിക്കും. എന്നാൽ എക്സിക്യൂട്ടീവ് ഈസ് ഓൾവേസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റീവ് നമുക്കിതിനെ പറയാം. ഇതിൽ ലെജിസ്ലേറ്റീവ്സും എക്സിക്യൂട്ടീവ്സും എന്നാൽ അതിൽ ലെജിസ്ലേറ്റീവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ നിയമങ്ങളും പോളിസീസുമെല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്ന വിങ്ങിനെയാണ് നമ്മൾ ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സിക്യൂട്ടീവ് എന്നാൽ സർക്കാർ ഇങ്ങനെ ഉണ്ടാക്കുന്ന നിയമങ്ങളും പോളിസീസുമെല്ലാം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അതിന് താഴെ വരുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, നമ്മുടെ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ, ഇതെല്ലാം നമുക്ക് എക്സിക്യൂട്ടീവ്സ് ആണെന്ന് പറയുവാനായിട്ട് സാധിക്കും. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ആക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ്സിന് റൂൾസുകളും റെഗുലേഷൻസും എല്ലാം ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ എക്സിക്യൂട്ടീവ്സ് ഫ്രെയിം ചെയ്യുന്ന റൂൾസും റെഗുലേഷൻസും എല്ലാം പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവിൽ ടേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പാർലമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അവർ കൊണ്ടുവരുന്ന ആക്റ്റുകൾ, പോളിസീസ് ഒന്നും ഒരിക്കലും ലെജിസ്ലേറ്റീവിനോട് റെസ്പോൺസിബിൾ ആയിരിക്കുകയില്ല. അങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവ്സും നിൽക്കുകയുണ്ടായിരിക്കാം. ഇനി നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്ത് പോരുന്ന പാർലമെൻ്ററി ഗവൺമെൻറ്റിനെ നമുക്ക് ക്യാബിനറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഗവൺമെൻറ്, അതുമല്ലെങ്കിൽ വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ് എന്നെല്ലാം അറിയപ്പെടാറുണ്ട്. പ്രധാനമായിട്ടും ബ്രിട്ടൻ, ജപ്പാൻ, കാനഡ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോം ഓഫ് ഗവൺമെൻറ് പിന്തുടർന്ന് പോരുന്നത്. ഇനി നമ്മുടെ പ്രസിഡൻഷ്യൽ സമ്പ്രദായം എടുത്ത് നോക്കുകയാണെങ്കിൽ നോൺ റെസ്പോൺസിബിൾ ഗവൺമെൻറ്, ഫിക്സഡ് എക്സിക്യൂട്ടീവ് സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, നോൺ പാർലമെൻ്ററി ഗവൺമെൻറ് എന്നിങ്ങനെയൊക്കെ ഇതറിയപ്പെടാറുണ്ട്. USA, ബ്രസീൽ, റഷ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഫോളോ ചെയ്ത് പോരുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ലോയറായിരുന്ന ഐവർ ജെന്നിങ്സ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിനെ ക്യാബിനറ്റ് സിസ്റ്റം എന്നുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് കാരണം എപ്പോഴും ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി ഗവൺമെൻറ് എന്ന് പറയുന്നത് അതിൻ്റെ അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുന്ന ക്യാബിനറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ക്യാബിനറ്റ് സിസ്റ്റം എന്നുകൂടെ പറഞ്ഞത്. ഇതിനെ നമ്മൾ റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്നുകൂടെ പറയാറുണ്ട്. നമ്മൾ പറഞ്ഞു ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതിന് വളരെ പവേഴ്സ് അല്ലെങ്കിൽ അധികാരങ്ങൾ കൂടുതലായിരിക്കും. എങ്കിൽ പോലും ഈ പറഞ്ഞ റിയൽ എക്സിക്യൂട്ടീവായ ക്യാബിനറ്റ് എന്ന് പറയുന്നത് പാർലമെൻറ്റിന് എപ്പോഴും അക്കൗണ്ടബിളുമായിരിക്കും. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ ഇവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സിക്യൂട്ടീവ്സ് പുറത്ത് പോകേണ്ടതായിട്ട് വരും. അതായത് ഒരു അവിശ്വാസം വരുന്ന സമയത്ത് ഇവർ പുറത്ത് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇതൊരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആയിട്ട് മാറുകയും ചെയ്യും. ഇനി ഇതിനെ നമ്മൾ വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ് എന്ന് വിളിക്കുന്നതിനുള്ള കാരണം പാർലമെൻ്ററി സമ്പ്രദായം രൂപം കൊള്ളുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലാണ്. ഇതേ ബ്രിട്ടീഷ് പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വെസ്റ്റ്മിനിസ്റ്റർ എന്ന് പറയുന്നത്. ആ സ്ഥലപ്പേരിൽ നിന്നുമാണ് ഇതിന് വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ് എന്നുള്ള പേര് വരുന്നത്. ബ്രിട്ടനിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊളിറ്റിക്കൽ എക്സ്പേർട്ടുകളെല്ലാം പറയുന്നത് ക്യാബിനറ്റുമായിട്ട് വെച്ച് നോക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പ്രൈമസ് ഇൻ്റർ പാരസ് ആണെന്നാണ്. അതായത് പ്രൈമസ് ഇൻ്റർ പാരസ് എന്നാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്നാണ്. എന്നാൽ നമ്മൾ ഇപ്പോഴുള്ള റീസെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ഇൻഫ്ലുവൻസസും അധികാരങ്ങളും പൊസിഷൻസും എല്ലാം ക്യാബിനറ്റിനേക്കാളും സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
ശരിക്കും ബ്രിട്ടൻ്റെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഒരു ഡോമിനൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന സ്ഥാനം നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ആയിട്ട് ഇന്നത്തെ കാലത്ത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് പൊളിറ്റിക്കൽ അനലിസ്റ്റുകളായിട്ടുള്ള ക്രോസ്മാനെയും മാക്കിൻടോഷിനെയും പോലുള്ള വ്യക്തികൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ പിന്നീട് പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെൻറ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിന് വളരെ സിമിലർ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനേക്കാളും അധികാരങ്ങളും പവേഴ്സൊക്കെ വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഒരു റിയൽ എക്സിക്യൂട്ടീവും കൂടാതെ ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് ഉണ്ടെന്നുള്ളതാണ്. നോമിനൽ എക്സിക്യൂട്ടീവ് എപ്പോഴും പ്രസിഡൻ്റ് ആയിരിക്കും. അദ്ദേഹത്തെ നമുക്ക് ഡി ജൂറെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ടൈറ്റിലർ എക്സിക്യൂട്ടീവ്സ് എന്നൊക്കെ വിളിക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം ടൈറ്റിൽ ഹോൾഡറാണ് രാജ്യത്തിൻ്റെ. കൂടാതെ സ്റ്റേറ്റിൻ്റെ ഹെഡും എപ്പോഴും പ്രസിഡൻ്റ് തന്നെയായിരിക്കും. പക്ഷേ ഇവിടുത്തെ റിയൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഡിഫാക്റ്റോ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അദ്ദേഹമായിരിക്കും ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പ്രൈം മിനിസ്റ്റേഴ്സ് ഗവൺമെൻറ് എന്നാണ്. അതായത് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. പ്രൈം മിനിസ്റ്ററാണ് എപ്പോഴും റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഭരണഘടനയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 74 ആർട്ടിക്കിൾ 74 പറയുന്നത് പ്രസിഡൻറ്റിന് അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് എക്സസൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ എയ്ഡ് ചെയ്യുവാനും അഡ്വൈസ് ചെയ്യുവാനുമായിട്ടും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കുമെന്നും ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ തലവൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററുമായിരിക്കും. ഇത്തരത്തിൽ പ്രൈം മിനിസ്റ്റർ തലവനായിക്കൊണ്ടുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് എപ്പോഴും പ്രസിഡൻറ്റിന് ബൈൻഡിങ് ആയിരിക്കും. ഇവർ കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡൻറ്റ് പാലിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രസിഡൻറ്റിനെ നമുക്ക് നോമിനൽ എക്സിക്യൂട്ടീവ് എന്നും പ്രൈം മിനിസ്റ്ററിനെ റിയൽ എക്സിക്യൂട്ടീവ് എന്നും പറയാം. പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ടൈറ്റിലിൽ മാത്രമായിരിക്കും എക്സിക്യൂട്ടീവ് ആയിട്ടുള്ളത്. ആക്ച്വൽ പവേഴ്സ് എപ്പോഴും പ്രൈം മിനിസ്റ്റർക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത ഫീച്ചറാണ് മെജോറിറ്റി പാർട്ടി റൂൾ എന്നുള്ളത്. അതായത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണോ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ സെക്യൂർ ചെയ്യാൻ സാധിക്കുക അവരായിരിക്കും ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. കൂടാതെ ആ പാർട്ടിയുടെ ലീഡർ ആരാണോ അദ്ദേഹത്തെ പ്രസിഡൻറ്റ് പ്രൈം മിനിസ്റ്ററായിട്ട് നിയമിക്കുകയും ചെയ്യും. കൂടാതെ മറ്റ് മന്ത്രിമാരെ പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസ് പ്രകാരം പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പാർട്ടിക്ക് മെജോറിറ്റി ലോക്സഭയിൽ ലഭിക്കാതെ വന്നാൽ ഒന്നിൽ കൂടുതൽ പാർട്ടികളുടെ ഒരു കൊയാലിഷൻ നടത്തി ഗവൺമെൻറ് രൂപീകരിക്കുവാനായിട്ട് പ്രസിഡൻറ്റ് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യും. അടുത്തൊരു ഫീച്ചറാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. നമ്മുടെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു ബെഡ്റോക്ക് പ്രിൻസിപ്പിളാണ്. എപ്പോഴും മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പാർലമെൻറ്റിനോട് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആയിരിക്കും, പർട്ടിക്കുലർലി ലോക്സഭയോട്. ആർട്ടിക്കിൾ 75 ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, അതായത് ഇതിൽ വരുന്ന മിനിസ്റ്റേഴ്സ് എല്ലാം ചേർന്ന് ഒരുമിച്ചൊരു ടീമായിട്ടായിരിക്കും അവർ മുൻപോട്ട് പോവുക. ഇനി അതുമല്ല ഇവർ താഴെ വീഴുകയാണെങ്കിൽ ഒരുമിച്ച് ഒരു ടീമായിട്ട് തന്നെ താഴെ വീഴുകയും ചെയ്യും. ദേ സ്വിം ആൻഡ് ദേ സിങ് ടുഗെദർ. ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ലോക്സഭയെ ഒരു അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ വഴി പുറത്താക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ചേർന്ന് ഒരുമിച്ചായിരിക്കും പുറത്തു പോവുക. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഹോമോജിനിറ്റിയാണ്. നമ്മൾ പറഞ്ഞു എപ്പോഴും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച പൊളിറ്റിക്കൽ പാർട്ടി ഏതാണോ അവരായിരിക്കും ഗവൺമെൻറ് ഫോം ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾ അതിനകത്ത് മെമ്പേഴ്സ് എപ്പോഴും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എല്ലാം ഒന്ന് തന്നെയായിരിക്കും. ഈ ഒരു കാര്യം കൊണ്ട് എപ്പോഴും ഒരു പൊളിറ്റിക്കൽ ഹോമോജീനിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോരുകയും ചെയ്യും. പിന്നെയും കുറച്ച് മാറ്റങ്ങൾ വരുന്നത് എപ്പോഴെങ്കിലും ഒരു കൊയാലിഷൻ ഗവൺമെൻറ്, ഒന്നിലധികം പാർട്ടികൾ ചേർന്ന് ഒരു കൊയാലിഷൻ ഗവൺമെൻറ് രൂപീകൃതമാകുന്ന സമയത്തായിരിക്കും. എങ്കിൽ പോലും മിനിസ്റ്റേഴ്സ് അവരുടെ കൺസേൺസിനോട് ബൈൻഡായിട്ടായിരിക്കും നിൽക്കുക. ഇനി മറ്റൊരു ഫീച്ചറാണ് ഡബിൾ മെമ്പർഷിപ്പ് എന്നുള്ളത്. ഒരു ഗവൺമെൻറ് രൂപീകൃതമാകുന്ന സമയം അതിലുൾപ്പെടുന്ന മന്ത്രിമാർ എപ്പോഴും ലെജിസ്ലേറ്റീവിൻ്റെയും കൂടാതെ എക്സിക്യൂട്ടീവിൻ്റെയും ഭാഗമായിരിക്കും. അതായത് ഒരു വ്യക്തിക്ക് മിനിസ്റ്റർ ആകണമെങ്കിൽ, അതായത് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാകണമെങ്കിൽ അദ്ദേഹം
പാർലമെൻറ്റിൽ അതായത് ലെജിസ്ലേറ്റീവിൽ ഒരു MP ആയിട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. പാർലമെൻറ്റിൽ MP ആകാതെ ഒരാൾക്ക് മിനിസ്റ്റർ ആകാൻ വേണ്ടി സാധിക്കും. പക്ഷേ 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിൽ MP ആയിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡബിൾ മെമ്പർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഇതൊരു പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെൻറ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് സിസ്റ്റം പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എപ്പോഴും അതിൻ്റെ ലീഡർഷിപ്പ് റോളിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ലീഡറും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. പാർലമെൻറ്റിൻ്റെ തലവനും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അധികാരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അത്തരത്തിലൊരു ലീഡർഷിപ്പ് റോള് പ്രൈം മിനിസ്റ്റർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ ഫങ്ഷനിങ്ങിൻ്റെ ഒരു ക്രൂഷ്യൽ റോള് വഹിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തൊരു ഫീച്ചറാണ് ഡിസൊല്യൂഷൻ ഓഫ് ദ ലോവർ ഹൗസ്. നമ്മുടെ ലോവർ ഹൗസ് എന്നാൽ ലോക്സഭയാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡൻറ്റിന് ലോക്സഭയെ ഡിസോൾവ് ചെയ്യാം അല്ലെങ്കിൽ പിരിച്ചുവിടാൻ സാധിക്കും. അങ്ങനെ ഒരു അധികാരമുണ്ട്. അതായത് ലോക്സഭ അതിൻ്റെ ടേം എക്സ്പയർ ആയില്ല എങ്കിൽ പോലും അതിനു മുമ്പ് പ്രധാനമന്ത്രി പ്രസിഡൻറ്റിനോട് പറയുകയാണ് നമുക്ക് ഈ ലോക്സഭയെ പിരിച്ചു വിട്ടുകൊണ്ട് പുതിയൊരു ഇലക്ഷൻ നടത്താമെന്നുള്ളത്. അങ്ങനൊരു അഡ്വൈസ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രസിഡൻറ്റ് ഈ ലോവർ ഹൗസിനെ ഡിസോൾവ് ചെയ്യുന്നതാണ്. അതായത് ഒരു പാർലമെൻ്ററി സമ്പ്രദായത്തിൽ എക്സിക്യൂട്ടീവ്സിന് ലെജിസ്ലേറ്റീവിനെ പിരിച്ചുവിടുവാനുള്ള അധികാരം ലഭിക്കുന്നു. അടുത്തൊരു ഫീച്ചറാണ് സീക്രസി എന്ന് പറയുന്നത്. അതായത് എപ്പോഴും അവരുടെ പ്രൊസീഡിങ്സിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സീക്രസി മിനിസ്റ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ നടക്കുന്ന പ്രൊസീഡിങ്സിനെ കുറിച്ചും ഡിസിഷൻസിനെ കുറിച്ചും പോളിസീസിനെ കുറിച്ചുമെല്ലാം അവരൊരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തോന്നിയതുപോലെ ഇൻഫോർമേഷൻസ് ഒന്നും പുറത്തു വിടുവാൻ മിനിസ്റ്റേഴ്സിന് സാധിക്കുന്നതല്ല. അവരുടെ സ്ഥാനങ്ങളിൽ എത്തുന്നതോടുകൂടി ഒരു ഓത്ത് ഓഫ് സീക്രസി എടുക്കുന്നുണ്ട്. എപ്പോഴും പ്രസിഡൻ്റാണ് മിനിസ്റ്റേഴ്സിന് ഈ ഓത്ത് ഓഫ് സീക്രസി ചൊല്ലിക്കൊടുക്കുന്നത്. ഇതൊക്കെയാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എടുത്താൽ അവിടെ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് ആണ് നിലനിൽക്കുന്നത്. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസിഡൻ്റ് ആയിരിക്കും. നമുക്ക് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസിഡൻറ്റും ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററുമാണ്. എന്നാൽ അമേരിക്കയിൽ ഇത് രണ്ടും പ്രസിഡൻറ്റ് തന്നെയായിരിക്കും. സ്റ്റേറ്റ് ഓഫ് ദ ഹെഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം സെറമോണിയൽ പൊസിഷനും ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഗൻസിനെയും അദ്ദേഹം ഹെഡ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡൻറ്റ് എപ്പോഴും ഒരു ഇലക്ട്രൽ കോളേജ് യൂസ് ചെയ്തിട്ടായിരിക്കും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷമായിരിക്കും. ഇന്ത്യയിൽ നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് പോലെ അമേരിക്കൻ പാർലമെൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് കോൺഗ്രസ് എന്നാണ്. ഈ ഒരു കോൺഗ്രസ്സിന് ഇംപീച്ച്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും പ്രസിഡൻറ്റിനെ പുറത്താക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. അതും ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ആക്ട് ഉണ്ടായാൽ മാത്രമേ ഇംപീച്ച്മെൻറ്റിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അമേരിക്കൻ പ്രസിഡൻറ്റ് ഭരണം നടത്തുന്നത് കിച്ചൺ ക്യാബിനറ്റിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും. കിച്ചൺ ക്യാബിനറ്റ് മീൻസ് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികളുടെ അഡ്വൈസും നോൺ ഇലക്റ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ സെക്രട്ടറീസും ഒക്കെ ചേരുന്നതായിരിക്കും. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും പ്രസിഡൻ്റ് ആയിരിക്കും. അതിൽ ചിലപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് കാണും, ഫാമിലി മെമ്പേഴ്സ് കാണും, അങ്ങനെയുള്ളവരൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഭരണഘടനയിൽ എവിടെയും പ്രതിപാദിക്കാത്ത ഒന്നാണ് ഈ കിച്ചൺ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ കണ്ടതുപോലെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവിന് റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളൊരവസ്ഥ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റിൽ ഇല്ല. ഇവിടെ അമേരിക്കൻ പ്രസിഡൻറ്റിനോ അവരുടെ സെക്രട്ടറീസിനോ ഒന്നും തന്നെ അവരുടെ ആക്ട്സ് ഒന്നും കോൺഗ്രസിനോട് റെസ്പോൺസിബിലിറ്റി ആയിരിക്കുകയില്ല. ഈവൻ അവർ ഒന്നും തന്നെ കോൺഗ്രസിൽ മെമ്പേഴ്സ് കൂടെ ആയിരിക്കണം എന്നില്ല. വേറൊരു കാര്യം, പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ ഒരിക്കലും പ്രസിഡൻറ്റിന് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിനെ പിരിച്ചുവിടാൻ സാധിക്കുകയില്ല. എന്നാൽ നമുക്ക് ഇന്ത്യയിൽ അറിയാം, നമുക്ക് ലോവർ ഹൗസ് ആയിട്ടുള്ള ലോക്സഭന് നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് പിരിച്ചുവിടാൻ സാധിക്കും. എന്നാൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ പ്രസിഡൻറ്റിന് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിനെ ഒരിക്കലും പിരിച്ചുവിടുവാനായിട്ട് സാധിക്കുകയില്ല. അമേരിക്കൻ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ. ഈ ഒരു ഡോക്ട്രിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഓർഗൻസായ
എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ഈ 3 സിസ്റ്റവും വളരെയേറെ സെപ്പറേറ്റഡും ഇൻഡിപെൻഡൻറ്റുമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ മെറിറ്റ്സ് മുതലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പൊരു കാര്യം, നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഓഫ് കോഴ്സ് വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഒരു പോരായ്മകളോ എന്തെങ്കിലും ഒരു കുഴപ്പമോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങളത് ഓപ്പണായിട്ട് പറയണം. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസംസ് നിങ്ങൾ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നിങ്ങൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് മാത്രമേ നമുക്കുണ്ടാകുന്ന തെറ്റുകളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ട് ഈ ഒരു ടൈമിലൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ വീഡിയോ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ക്ഷമയും ചോദിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. കേട്ടല്ലോ.